TPM കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ അടിക്കാൻ പോണത് ഒരു 60 കിലോന് മന്തിയാണ്, ചിക്കൻ മന്തിയാണ് അടിക്കാൻ പോകുന്നത്. അപ്പൊ കുഴിമന്തിന്ന് എല്ലാവരും പറയും, ആരും കുയിലിട്ടതൊന്നുമല്ല അടിക്കുന്നത്. മിക്കവാറും ആൾക്കാർ സ്റ്റൗമിലും ചൂടിലും അടുപ്പിലും വെച്ചിട്ടാണ് മന്തി അടിക്കല്. അപ്പൊ കുഴിമന്തി പേര് മാത്രമേ ഉള്ളൂ. കുയിലിറക്കൽ വളരെ അപൂർവം. ചില ഹോട്ടലുകളും ചില സ്ഥലത്ത് മാത്രമേ കുയിലിറക്കലുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ നമ്മൾ അടുപ്പിൽ മന്തി ഉണ്ടാക്കല് എന്നും കൂടെ നിങ്ങൾക്ക് കാണാം. 60 കിലോ കോഴിയാട്ടോ, മന്തിക്കോഴിയാണിത്. അപ്പോൾ മന്തിൻ്റെ കോഴിയാണിത്, സ്കിന്നൊന്നും ഇല്ലാത്ത കോഴി, സാധാ കോഴിയാണിത്. അപ്പോൾ നമ്മൾ ഒരു ബിരിയാണി പീസ് ഒരു കോഴി 12 പീസൊക്കെ വെട്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് പുഴുങ്ങാനുള്ള ഏർപ്പാട് ചെയ്യുന്നു. അപ്പം അരി 2 ചാക്കരിണ്ട്. 32 ചാക്കാണ് ഇന്ത്യ ഗേറ്റ് ആട്ടോ. സൂപ്പറായി, ഇന്ത്യ ഗേറ്റ് റെഡാണ്. അപ്പൊ റെഡ് അപ്പം നല്ല സൂപ്പർ അരി. ഇത് മന്തിന്റെ അരിയാണ് കേട്ടോ. മന്തിന്റെ അരി ഇന്ത്യ ഗേറ്റ് ആണ് വരുന്നത് കേട്ടോ. 2 പട്ട പട്ടിട്ട് ഏലക്കായ്, പൂവ്, പട്ടണല. മന്തിന്റെ കോഴി ഒന്ന് പൊരിച്ചെടുക്കട്ടോ. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ളത് കോഴി ഉണ്ട് പറ്റി വെച്ചിട്ടാ നമ്മൾ കോൺഫ്ലവർ കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം കൊടുക്കും. മുളക് പൊടി കേട്ടോ, മുളക് പൊടി, ചിക്കൻ മസാല, പൊടിപ്പ്, ഗരം മസാല കേട്ടോ. ഏലക്ക, പട്ട, പൂ, ജാതിക്ക, ജാതിപത്രി, സാധ്യത, തക്കോല, ജീരകം, അത് പൊടിച്ച പൊടിയാണ്. അത് ബദലുണ്ട്. ഇപ്പോഴത്തെ മന്തി മസാല അങ്ങോട്ട് മന്തിക്കുള്ള കോഴിയാട്ടാ പൊരിക്കണേ. നമ്മൾ പറ്റും മന്തിയുടെ കോഴിയെല്ലാം പോയിട്ട് മന്തിൻ്റെ കോഴിയാണ് ടൈപ്പ് പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മന്തിൻ്റെ കോഴിയാണിത്. ഇതാ ഒരു വട്ട, 2 വട്ട, 3 വട്ട, 3 വട്ട കോഴി കേട്ടോ. 2.5 വട്ട കോഴി. ഓക്കെ, ബാബു വെച്ചോ. മൂന്ന് പാറ്റ് വയ്ക്കട്ടോ. വാക്കാ
ആ കുരുമുളക് കിട്ടോ. ആ ഉള്ളി ആ ഇതൊക്കെ കൂടെ എടുത്താൽ പച്ചമുളക് ഉള്ളി പിന്നെ മറ്റുള്ളതൊക്കെ കൂടെ ഇട്ടൂടെ. ഓക്കെ, ക്യാരറ്റ് ക്യാപ്സിക്കം ഒക്കെ എല്ലാം കൂടെ കേട്ടോ. ഓക്കെ, ഇളക്കി നന്നായിട്ട് ഇളക്കിക്കോളൂ. ആ ഓക്കെ, കുറച്ച് ഇഞ്ചി വെള്ളുള്ളി ഇട്ടിട്ടോ. ഞാൻ ഇഞ്ചി വെള്ളുള്ളി. അപ്പം നമ്മളെ മന്തിയുടെ വെള്ളത്തിൽ ഏലക്ക പട്ട പൂവ് ജാതിക്ക അല്ല ഇല എല്ലാം കൂടെ മിക്സാക്കി ചേർക്കുന്നുണ്ട് കേട്ടോ. ഏലക്ക പട്ട പൂവ് പട്ടൻ്റെ ഇല ഉണക്കലുമി. ഓക്കെ, ഇപ്പോൾ വാരിട്ടാ. ആ രണ്ടു വട്ട അങ്ങോട്ട് ഇടേ. ഇളക്കിക്കോളൂ. അപ്പം നമ്മളെ മന്തിലേക്ക് കോഴി ഇടാൻ പോവാട്ടോ. ആ കൊട്ടിക്കോളൂ. അപ്പം നമ്മളെ മന്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടാ, മുഴുവൻ പണി കഴിഞ്ഞ്. ഇനി മന്തിയാണ്ട് മൂടി വെക്കുക, ഒന്ന് ഇളക്കിങ്ങാണ്ട് മൂടി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ 2 ദമ്മ് മന്തി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ മന്തി ഇതാ റെഡി ആയിക്കണ്. മന്തിൻ്റെ മേലെയാണ് മസാല എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ ആണ് കേട്ടോ, സൂപ്പറാണ്. അതെടുത്ത് കാണിച്ചോളെ. അയ്യോ ഓക്കെ കേട്ടോ. എന്താണ് ബാബു അത് താങ്ങാൻ വെച്ചാ അങ്ങോട്ട് പോന്നട്ടാ പറ്റാ മന്തി അണിട്ടേ കൊണ്ടുപോകണം മക്കളെ. ഇതാ മന്തി ഇതാ ബാബുവിന് വെച്ചാന്നാണ് പറഞ്ഞത്. അതാ പിന്നെ മന്തിയാണ് വിളമ്പണം കേട്ടോ. മന്തി ഇതാ നല്ല സൂപ്പർ മന്തിയാണ്. മന്തി വിളമ്പിക്കൊണ്ടിരിക്കുന്നതാ, പോയാക്കാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നതാ. അയ്യോ ഓക്കെ അടുത്തായിട്ട് ബാബു നമ്മളെ മന്തി അടുത്ത മന്തി ഇതാ പൊട്ടിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാം ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എല്ലാം സൂപ്പറായിട്ടുണ്ട്. എല്ലാം നല്ല അഭിപ്രായമാണ്. ഭക്ഷണമൊക്കെ സൂപ്പറാന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ, അത് തന്നെ വലിയ ഹൈറാണ്. ഓക്കെ.